അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ കുരുത്തം കെട്ടവൻ എവിടെ ചെന്നാലും കുരുത്തക്കേട് ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞതുപോലെ മുഹമ്മദ് രാമന്തളി എന്ന പേരുള്ള ഒരുത്തൻ നല്ലവർക്ക് സീഡി കച്ചവടമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് ആത്മീയത പോരാ എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് മഹാനായ ഷെയ്ഖുന എ പി ഉസ്താദിനോട് മുഹബത്ത് കൂടി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ കേരളയാത്ര വരുമ്പോൾ കാന്തപുരത്തിൻ്റെ കേരളയാത്ര എന്നുള്ളിടത്ത് കാന്തപുരത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, എ പി ഉസ്താദിൻ്റെ കേരളയാത്ര എന്നാകണം. കാരണം അങ്ങേപ്പുറത്ത് പൊന്മള ഉസ്താദിൻ്റെ കേരളയാത്ര ഉപയാത്രയെ സംബന്ധിച്ച് പൊന്മള ഉസ്താദിൻ്റെ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഉസ്താദ് എന്ന് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് പറഞ്ഞ ഒരു ചങ്ങാതി എ പി ഉസ്താദിനോടും അദ്ദേഹത്തിൻ്റെ മകനോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളും അനുയായികളും വളരെയധികം വിരോധാഭാസം കാണിക്കുന്നുണ്ട്. അവരോട് ഒട്ടും സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്നേഹം വിളമ്പി പോയ ആളാണ്. എന്നോട് തന്നെ ഒരുപാട് അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അയൽപക്കത്തായിരുന്നു താമസം, എൻ്റെ നാട്ടിലായിരുന്നു താമസം ഈ പിളർപ്പിൻ്റെ സമയത്തൊക്കെ. അങ്ങനത്തെ ഒരുത്തൻ എന്നോട് തന്നെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് SKSF ഞാൻ മെമ്പർഷിപ്പ് എടുക്കില്ല, കാരണം അതെടുത്തോടു കൂടി എൻ്റെ അരക്കൊപ്പം കാഷ്ടമാകും എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് വലിയ സ്വീകരണം കൊടുത്തേക്ക് അരക്കൊപ്പം അയാൾ പറഞ്ഞിറങ്ങുക ചെയ്തത്. അതവിടെ എടുക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്ന കുരുവട്ടൂർ KC അബ്ദുള്ള മൗലവി അദ്ദേഹം ഗാഫ്രായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ഈ മുഹമ്മദ്? കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒറ്റക്കൊടുക്കുന്ന ഒരു ചങ്ങാതിയാണ്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്. 13 വർഷക്കാലം ഇപ്പോൾ SKSF കൂടെ നിന്നിട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ കൈവിൻ്റെ പരമാവധി പറ്റിക്കാൻ നോക്കിയിട്ട് എല്ലാ നിലക്കും ഇവിടെ നിന്ന് പറ്റിക്കുന്നതിനെക്കാട്ടും ഭയങ്കരമായിട്ട് അങ്ങേപ്പുറത്ത് കയറി പറ്റിച്ചു. പക്ഷെ അവർ പല ആളുകളും ഇവിടുന്ന് വന്നതായതുകൊണ്ട് തന്നെയും അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ടും പിടിച്ചു നിന്നു. ഇത് വെറുതെ പറയല്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ പഴയ കാലത്തൊരു പ്രഭാഷകനും ഇപ്പോഴും പ്രഭാഷക രംഗത്തൊക്കെ ഉണ്ട്, സൽമാൻ മൗലവി എന്ന് പറയാം, സൽമാൻ മൗലവി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. മഹോന്നതിൽ മഹോന്നതനായ ഒരാൾ വന്നിട്ട് ഇതിനെ പിരിച്ചുവിടുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ രാമന്തളിക്കിന്നെ അറിയാം, സൽമാൻ അസീരി കേരളായ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്ന് പറയണല്ലേ, ആ രാമന്തളിക്കിന്നെ അറിയാം. അതൊരു ചെറിയ കഥയാണ്. 14 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പല പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഒരു എളിയ പ്രഭാഷകനായിട്ട് ഗണന പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ ഞാനും കുറച്ച് സജീവമായിട്ടുള്ള ഒരു സമയമാണ്. അന്ന് മർക്കസിലെ ആ മുടിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എനിക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ഹലോ, ആരാ? സൽമാൻ അസീരി അല്ലേ? അതെ, ഞാൻ മുഹമ്മദ് രാമന്തളിയാണെന്ന്. മുഹമ്മദ് രാമന്തളി? അതെ. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്കിന്ന് ഇന്നാലിന സ്ഥലത്തൊരു പ്രോഗ്രാം ഇല്ലേന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്നാണ്. അത് ഞങ്ങൾ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ നൗഷാദ് ഹസനിയെ പരസ്യമായിട്ടൊന്ന് വെല്ലുവിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചു. അതുണ്ട്, സംഘടനാപരമായൊരു വിഷയമാണ് എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷയം പറയാമെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ നൗഷാദ് ഹസനിയെ വെല്ലുവിളിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് നൗഷാദ് ഹസനിയെ കൊണ്ടുവരാൻ നിർബന്ധിതരാവും അവർ SSF. അപ്പോൾ സംഘടനയിൽ ഇപ്പോൾ നൗഷാദ് ഹസനിക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൗഷാദ് ഹസനിയെ അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് ഹസനിക്ക് വരേണ്ടി വരും, നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പോൾ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിനുള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ളൊരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോൾ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും ഹൽക്കിൻ്റെ താഴത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ജാതിയാണെന്നുള്ളത് അന്നേ നമുക്കറിയാലോ. ഞാൻ നേരെ സത്താർ സാഹിബിനെ വിളിച്ചു. സത്താർ സാഹിബിനോട് ഞാൻ പറഞ്ഞു, സത്താർ സാഹിബ് ഇങ്ങനെ മുഹമ്മദ് രാമന്തളി വിളിച്ചിരുന്നു, അപ്പോൾ അതിനകത്തൊരു ചതി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞു. സത്താർ സാഹിബ് ഒരു CID ആണല്ലോ. അപ്പോൾ സത്താർ സാഹിബിനോട് പറഞ്ഞു ചതി അതിലില്ല, അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് ഈ ആള്. അഥവാ സ്വന്തം വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് നൗഷാദ് ഹസനിന്റെ നൗഷാദ് ഹസനിക്കും ചിലപ്പോൾ അറിയിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് ഒക്കെ പ്ലാനിങ് ആയിരിക്കുമല്ലോ. നൗഷാദ് ഹസനിയുടെ വലങ്കയ്യായി നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അവർക്കെതിരിൽ പ്രഭാഷണം നടത്താൻ പോകുന്ന ദിവസം എന്നെ വിളിച്ചിട്ട് ചെയ്ത പണിയാണിത്. ആ പണി ഇന്നും രാമന്തളി സാഹിബ് നിർത്തിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇത്. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് രാമന്തളി സാഹിബേ, ഇവിടെ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാരമ്പര്യ നിലപാടിന് എതിരിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കേന്ദ്രത്തിൽ നിന്നൊരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഒരു സുന്നി എന്ന നിലക്ക് അതിൽ പ്രതികരിക്കുകയല്ലേ ഞാൻ ചെയ്തത്? ആ ചെയ്തതാണോ തെറ്റ്? അതല്ല. ആ പ്രതികരണത്തിൽ ഞാൻ തിരുത്തിയ ഒരു പദപ്രയോഗം അതെടുത്തു വെച്ചുകൊണ്ട് ആ പ്രയോഗത്തിന്റെ പേരിൽ എന്നെ ഒന്നുമല്ലാതെ ആക്കി കളയാൻ എന്ന വിചാരത്തോടെ താങ്കൾ നടത്തിയ ഈ ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ താങ്കൾക്ക് സ്ത്രീ പള്ളി പ്രവേശനമോ സുന്നത്ത് ജമാഅത്തോ വിഷയങ്ങളൊന്നും അല്ല താങ്കളുടെ പ്രശ്നം സൽമാൻ അസീരിയെ പോലുള്ള ആളുകളെ ഒന്നാണ്ട് സൈസാക്കണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്? എന്താണ് നിങ്ങളൊക്കെ ലക്ഷ്യം കാണുന്നത്?
അപ്പോൾ സൽമാൻ നസീർ പറയുകയാണ് 14 വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുലമയുടെ ആത്മീയത പോരാ എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ സമയത്ത് ഇവൻ വ്യാജത്വരീകത്തുകാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സംഘടന അദ്ദേഹത്തിൽ നിന്നും അല്പം മാറ്റി നിർത്തിയപ്പോൾ അവർ വീണ്ടും നേതാക്കന്മാരും അനുയായികളും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറുവശത്തുള്ള പണ്ഡിതനെ വിളിച്ചിട്ട് പ്രകോപനം കൊടുക്കുന്ന സംസാരം ഉണ്ടാക്കി. അങ്ങനെ അത് തിരിച്ചറിഞ്ഞു പോകുന്നു. എങ്ങനെയുണ്ട്? എന്നാൽ ഈ ചങ്ങായി പറയുന്നത്, എൻ്റെ വിഷയത്തല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചങ്ങായി പറയുന്നത്, ഈ മുഹമ്മദ് രാമന്തളി എന്ന് പറഞ്ഞ ഈ ചാരനായ ചങ്ങാതി പറയുന്നത്, ഈ പ്രശ്നങ്ങളൊന്നും ഞാനല്ല യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് എന്നും ഈ പ്രശ്നത്തിനൊക്കെ കാരണം സാക്ഷാൽ കുരുവട്ടൂരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേട്ടോക്കി. ഈ മനുഷ്യൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനലിൽ പോകാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ചാനലിൽ പോകാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. 50,000 രൂപ ജിഷാൻ മായിയുടെ CD റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത CD കൊണ്ടുവന്നിട്ട് ജിഷാനെ കൊണ്ട് ആദ്യം നൌഷാദ് ഹസനെ കൊണ്ട് വിളിപ്പിച്ചു, പിന്നെ ഞാൻ വിളിച്ചു, റെക്കോർഡ് ചെയ്ത ക്യാമറമാൻ ഇവിടെ തന്നെ ക്യാമറ പിടിച്ചിരിക്കുന്നു. കേട്ടില്ലേ? ഇദ്ദേഹം ചാനലിൽ പോകാനും ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് പറയാനും തൊള്ളി തോന്നി കഥകൾ ഉണ്ടാക്കാനൊക്കെ കാശ് കൊടുത്തത് 1-2 50,000 രൂപ. ആര് കൊടുത്തു? ഈ പറഞ്ഞ ത്രികാലജ്ഞാനിയും സർവ്വലോക സംരക്ഷകനും എല്ലാം എന്ന് മുദബ്ബിറുൽ ആലം എന്നും സ്വാഹിബുൽ വക്ത് എന്നും സ്വാഹിബുൽ വക്കറ്റി എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന KC അബ്ദുള്ള മൗലവിയാണെന്ന് അയാൾ പച്ചക്ക് പറഞ്ഞത്. കുരുവട്ടൂർ KC അബ്ദുള്ള നൗഷാദ് ഒതുക്കങ്ങളുടെ ഭാഷ പറഞ്ഞ മെഷായിഖിൽപ്പെട്ട ആളാണ് ഈ പൈസക്ക് കൊടുത്തത് എന്ന് മാത്രമാണോ? ജിഷാൻ മാഹിക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതും അത് കാസറ്റ് ഉണ്ടാക്കി റൂമിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് വിടാനും ഈ ഫിത്തനൊക്കെ തുടങ്ങി വരുന്നതും 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഫിത്തനൊക്കെ തുടങ്ങിയതിൻ്റെയും കാതലായ കാരണക്കാരൻ ഈ പറഞ്ഞ ചേക്കുട്ടിപ്പാപ്പയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലാക്കണ്ടോ? അപ്പൊ ഈ സാഹിബുൽ വക്ത് ഓൻ യഥാർത്ഥത്തിലുണ്ടായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഓൻ ഉദ്ദേശിച്ച ഒരു റൂട്ടുണ്ട്. ഓനെങ്ങനെ പഠിച്ചോൻ്റെ ആക്കുക, ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ഓനെ മുമ്പിൽ സുജൂദ് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്ത് എങ്ങനെയാണോ കിടന്നു കൊടുക്കേണ്ടത് അതുപോലൊക്കെ നമ്മൾ ഓൻ്റെ മുമ്പ് കിടന്നു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. അതിന് പറ്റൂല എന്ന് കണ്ടപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിലുള്ള കളികളൊക്കെ കൊടുത്തു. ഇപ്പം എന്തായി? ഇപ്പോൾ ഓനെ 3 അടുപ്പങ്ങളിൽ മാത്രമായി. പിന്നെ ബാക്കി ഓൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കുറച്ച് ബംഗാളികളും കൂട്ടും, പിന്നെ കുറച്ച് പുക ഒന്നിച്ചാണ്ട് ബിരിയാണി വിതരണം ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരും ചെല്ലും. ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും. ആകെ പ്രവാസികരായും ശ്രോതാക്കളായും ആ മുമ്പിലും ആ വരിയും ആ സ്റ്റേജിൽ ഇരിക്കുന്ന ഇവൻ്റെ വാപ്പടക്കം. ഇവൻ്റെ വാപ്പ എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായത് ഇവൻ്റെ തന്ത പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളതാണ് ഷെയ്ഖിൻ്റെ വർത്തമാനത്തിന് മുമ്പ് എനിക്ക് മനസ്സിലായത്. ഇപ്പോ ഷെയ്ഖിന്റെ അളിയനായ അബ്ദുസമദ് പറഞ്ഞിട്ടുണ്ട്, എന്നൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. കുട്ടി അവിടെ നിൽക്കട്ടെ, പേരോട്ട തന്തന്റെ വർത്താനം തീരുമാനാക്ക്. ഇതെല്ലാം മനസ്സിലാക്കണ്ടേ ഞങ്ങള്? മോന്റെ തുടക്കട്ടെ, തന്തന്റെ പറയാന്ന്. അപ്പൊ തന്ത എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓമന പേരാണ്. അപ്പൊ ഷെയ്ഖിന്റെ തന്ത അടക്കമുള്ള ആളുകൾ ഇരിക്കാൻ ഈ 3-4 തന്തക്കോളി ഇവർക്കൊരു വിഷയമല്ല. അത് മെഷായിഖന്മാരെ കാവലുണ്ടിച്ചെങ്കിൽ തന്തക്കോളി മാത്രമല്ല, പലിശക്ക് എടുക്കാൻ ഹറാമൊന്നുമില്ല. കൊച്ചമാൻ്റെ വീട്ടിൽ പോയി ഇളമാൻ്റെ വീട്ടിൽ പോയി സ്വർണം അടിച്ചു മാറ്റൽ പോലും കളവല്ല. അതൊക്കെ നല്ല സോലിയായ പ്രവർത്തനമായിരിക്കും. ഷെയ്ഖ് ഉണ്ടായിരിക്കണം, മെഷായിഖന്മാരുടെ കാവലുണ്ടായിരിക്കണം. മെഷായിഖ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണം. ആരെയും മെഷായിഖ് ഒരു വക്ത് നിസ്കരിക്കാത്ത ചാത്തമംഗലം സുലൈമാനെ പോലുള്ള, അതുപോലെ കോമാണ്ടിയെ പോലുള്ള, നമ്മളെ കിഷരി ഭാഗത്ത് ഒരു കോമാണ്ടിയെ പോലുള്ള, കുരുവട്ടൂർ ഭാഗത്തുള്ള ഇമ്രാണ്ടിയെ പോലുള്ള ഈ ജാതി സാധനങ്ങളാണ് മെഷായിഖന്മാർ എന്ന് പറയുന്നത്. ഓരൊക്കെ ഓരോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എടുക്കുകയാണ്. പലരുടെയും ആധാറും മുതലും പണ്ടും ഒക്കെ ഓൻ്റെ മുമ്പിൽ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുരീദുകളായ ആളുകൾ. അതുകൊണ്ട് ആ കള്ളത്തരത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയെന്ന് തിരിച്ചറിഞ്ഞിട്ട് മുരീദുകളായി നിൽക്കുന്ന ആൾക്കാരെങ്കിലും എത്രയും പെട്ടെന്ന് തടി സലാമത്താക്കി കളയുന്ന വിനയത്തോടു കൂടി പറയാനുള്ളത്. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പല ആൾക്കാരും പോന്നിട്ടുണ്ട്, ഇനിയും കുറേ ആൾക്കാർ പോരാനുണ്ട്. പെട്ടവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ.